ഒമാനിലെ ഗാർഹിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുതിയ നിയമം നടപ്പിലാക്കുന്നു. ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവ് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലുടമകൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ തുടങ്ങിയവ ഈ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിലെ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, രാജ്യത്തെ തൊഴിൽ നിയമവുമായി തൊഴിൽ രീതികൾ സമന്വയിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വീട്ടുജോലിക്കാർ, കുട്ടികളെ വളർത്തുന്ന ആയ, സ്വകാര്യ ഡ്രൈവർമാർ, തോട്ടക്കാർ, കാർഷിക തൊഴിലാളികൾ, ഹോം നേഴ്സുമാർ, പാചകക്കാർ, ഒട്ടകങ്ങളെയും കന്നുകാലികളെയും വളർത്തുന്നവരെയും പോലുള്ള മൃഗസംരക്ഷണ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ വിവിധ ഗാർഹിക സമാന ജോലികൾക്ക് പുതിയ നിയമം ബാധകമാണ്. വേതനം, വിശ്രമ കാലയളവുകൾ, അസുഖ അവധി, വാർഷിക അവധി തുടങ്ങിയ പ്രധാന വ്യവസ്ഥകളും നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിൽ കരാറുകൾ അറബിയിൽ എഴുതണം. കൂടാതെ തൊഴിലാളികൾക്ക് കുറഞ്ഞത് 21 ദിവസത്തെ വാർഷിക അവധി, ആഴ്ച തോറുമുള്ള വിശ്രമം, പ്രതിവർഷം 30 ദിവസം വരെ അസുഖ അവധി എന്നിവയ്ക്ക് അർഹതയുണ്ടായിരിക്കും. തൊഴിൽ തർക്കങ്ങളുണ്ടായാൽ നിയമപരമായ ഫീസുകളിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കിയിട്ടുണ്ട്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 5000 റിയാൽ വരെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പിഴകൾ നേരിടേണ്ടി വരും. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, ദുബായ്.